ഇൻ്റഗ്രേഷൻ്റെ 22ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ച് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലുള്ള ഇൻ്റഗ്രേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആദ്യമേ ഇൻ്റഗ്രേഷൻ്റെ തുടക്കത്തിൽ നമ്മൾ പഠിച്ചതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ചുള്ള ഇൻ്റഗ്രേഷൻ. എന്നാൽ ഒരു ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യും എന്നുള്ളതാണ്. അവിടെ ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മളൊരു ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിനൊരു ലിമിറ്റ് ഉണ്ടാവും. ഇപ്പോൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ അതിനൊരു ലിമിറ്റ് ഉണ്ടാവും. ഇൻ്റഗ്രൽ a to b അല്ലെങ്കിൽ 0 ഒരു ലിമിറ്റ് ഉണ്ടാവും. ആ ലിമിറ്റ് എന്ന് പറയുന്നത് അവിടെ തന്നിരിക്കുന്ന എക്സ് എന്ന വേരിയബിളിൻ്റെ ലിമിറ്റാണ്. നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ എക്സ് മാറി മറ്റൊരു പുതിയ വേരിയബിളിലേക്ക് മാറുകയാണ് ചെയ്തത്. അങ്ങനെ പുതിയ വേരിയബിളിലേക്ക് മാറുമ്പോൾ ആ പുതിയ വേരിയബിളിനനുസരിച്ച് ലിമിറ്റിന് മാറ്റം വരുത്തണം. അതൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. നമുക്കൊരു പ്രോബ്ലം എഴുതാം. ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ദ ഫോളോയിങ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ്. ഇൻ്റഗ്രൽ 0 to π/2 cos x by 1 plus sin square x dx. അപ്പോൾ ഈ പ്രോബ്ലം പഠിക്കുന്നതിന് മുമ്പ് ആ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നന്നായി ഒന്ന് പഠിച്ചിട്ടേ നമ്മൾ ഈ സെക്ഷനിലേക്ക് വരാവൂ. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. cos x dx നമ്മളെ സബ്സ്റ്റിറ്റ്യൂഷൻ ഓർമ്മയുണ്ടല്ലോ. നമ്മൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു, തുടർന്ന് ഡിഫറൻഷ്യൽ എടുക്കുന്നു. ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ ഈ cos x dx വരണം. അത് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താലാണ് ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ cos x dx വരുന്നത്? ഇത് നോക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ചിന്തിക്കേണ്ട എങ്ങനെയാണ്? cos x എന്തിൻ്റെ ഡെറിവേറ്റീവാണ്? cos x sin x-ൻ്റെ ഡെറിവേറ്റീവാണ്. അപ്പോൾ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? പുട്ട് sin x = t. sin x-ന് t എന്ന് കൊടുക്കാം. ഡിഫറൻഷ്യൽ എടുക്കാം. sin x-ൻ്റെ ഡെറിവേറ്റീവ് cos x അല്ലേ. അപ്പോൾ എന്താ കിട്ടുക? cos x dx = dt എന്ന് കിട്ടും. കണ്ടോ, cos x dx dt ആവും. അപ്പോൾ നമ്മൾ ഈ cos x dx-ന് വരും dt എന്ന് എഴുതും, ഈ sin x-ന് വരും t എന്ന് എഴുതും. അപ്പോൾ ഇവിടെ 1 + t² എന്നും മുകളിൽ dt എന്ന് പോകും. അപ്പോൾ വേരിയബിള് എക്സിൽ നിന്ന് ടിയിലേക്ക് മാറും. ഡെഫിനിറ്റ് ഇൻ്റഗ്രലിന് ഈ 0 to π/2 എന്ന് പറയുന്നത് എക്സിൻ്റെ ലിമിറ്റാണ്. ആ ടിയിലേക്ക് മാറുമ്പോൾ ഈ വീണ്ടും ഈ 0 to π/2 എഴുതാൻ പറ്റില്ല. നമ്മൾ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ sin x = t ആണ്. ആ എക്സിൻ്റെ വാല്യൂ വെച്ചിട്ട് അതനുസരിച്ച് ഈ ടിയുടെ കറസ്പോണ്ടിങ് വാല്യൂ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ 0 to π/2 ആണ് ലിമിറ്റ്. ലോവർ ലിമിറ്റ് 0-ഉം അപ്പർ ലിമിറ്റ് π/2-ഉമാണ്. ദാറ്റ് മീൻസ് എക്സിൻ്റെ വരുന്ന വാല്യൂസ് 0-ഉം π/2. നമുക്ക് നോക്കാം. വെൻ x = 0, x 0 വരുമ്പോൾ ടി എന്താവും നോക്കാം. t = sin x എന്നല്ലേ. അപ്പോൾ x = 0 ആകുമ്പോൾ t = sin 0 എന്ന് വരും. sin 0 0 തന്നെയാണ്. അപ്പോൾ x 0 വരുമ്പോൾ t 0 തന്നെയാണ്. അപ്പോൾ ലോവർ ലിമിറ്റ് അത് തന്നെ കിട്ടി. അടുത്ത അപ്പർ ലിമിറ്റ് π/2 ആണ്. വെൻ x = π/2 അപ്പോൾ t എന്ത് വരും നോക്കാം. t = sin π/2. sin π/2ൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ എന്താ സംഭവിച്ചത്? അപ്പർ ലിമിറ്റ് x π/2 ആയിരുന്നെങ്കിൽ അത് ടിയിലേക്ക് വന്നപ്പോൾ 1 ആയി. ദാറ്റ് മീൻസ് 0 to π/2 എന്ന എക്സിൻ്റെ ലിമിറ്റ് ടിയിലേക്ക് മാറ്റുമ്പോൾ 0 to 1 എന്ന് മാറും. അപ്പോൾ ഈ ഇൻ്റഗ്രൽ എന്ത് മാറ്റം വരും നോക്കാം. ഇത് ഇവിടെ ഞാൻ പറഞ്ഞു ഇൻ്റഗ്രൽ 0 to π/2 cos x by 1 plus sin square x dx. നമ്മൾ കണ്ടതാണ്. cos x dx-ന് വരും dt എന്ന് എഴുതും. അപ്പോൾ ഇതിന് പകരം dt എന്ന് എഴുതും. by 1 plus sin x ആണ് t. അപ്പോൾ sin square x t² ആണ്. 1 plus t² എന്ന് എഴുതാം. പുതിയ വേരിയബിളിലേക്ക് മാറുമ്പോൾ ലിമിറ്റ് മാറ്റണം. 0 to π/2 എന്ന പഴയ ലിമിറ്റ് എഴുതരുത്. പുതിയ ലിമിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു 0 to 1. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 dt by 1 plus t². ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു പോയിൻ്റാണിത്. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് നമ്മൾ ഡിഫറൻഷ്യൽ എഴുതി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ പുതിയ ലിമിറ്റിലേക്ക് മാറണം. പുതിയ വേരിയബിൾ ഉണ്ടല്ലോ, എക്സ് ടി ആവുന്നുണ്ടല്ലോ. അപ്പോൾ എക്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ലിമിറ്റ് ഉണ്ടല്ലോ, ആ ലിമിറ്റ് ഓരോ വാല്യൂവിനും കറസ്പോണ്ടിങ് ആയി ടിക്ക് എന്ത് വാല്യൂ വരുമെന്നുള്ളത് കണ്ടുപിടിക്കണം. അതാണ് മാറി 0 to 1 ആയത്. ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇത് ഇൻ്റഗ്രൽ dt by 1 plus t². ദാറ്റ് മീൻസ് ഇൻ്റഗ്രൽ 1 by 1 plus t² dt എന്ന്. ഇൻ്റഗ്രൽ 1 by 1 plus t² dt നമുക്ക് tan ഇൻവേഴ്സ് t എന്ന് പഠിച്ചിട്ടുണ്ട്. tan ഇൻവേഴ്സ് t ലിമിറ്റ് 0 to 1 ലിമിറ്റ് കൊടുക്കാം. ആദ്യം tan ഇൻവേഴ്സ് 1 മൈനസ് ലോവർ ലിമിറ്റ് tan ഇൻവേഴ്സ് 0. നമ്മൾ നേരത്തെ ഒരുപാട് തവണ കണ്ടതാണ്. tan 0 = 0 ആണ്. അപ്പോൾ tan ഇൻവേഴ്സ് 0-യും 0 ആണ്. അതുപോലെ tan π/4 1 ആണ്. അതുകൊണ്ട് tan ഇൻവേഴ്സ് 1 π/4 ആണ്. അപ്പോൾ π/4 - 0 എന്ന് കിട്ടി. ആൻസർ ഈസ് π/4. അപ്പോൾ ഇവിടെയാണ് ആ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യം. ഇത് കണ്ടോ. വെൻ വി കാൽക്കുലേറ്റ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വി ഹാവ് ടു ചേഞ്ച് ദ ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ ടു ദ ന്യൂ വേരിയബിൾ. ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ പഴയതിട്ടുക, അതിനെ പുതിയ വേരിയബിളിലേക്ക് മാറ്റേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അങ്ങനെ മാറ്റാതെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ചെയ്താൽ തെറ്റ് പറ്റും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ട പോയിൻ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ 0 to 1
ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്, ഈ ഇൻ്റഗ്രൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഇൻ്റഗ്രലാണ്. ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്നാണ്. ഈ ടാൻ ഇൻവേഴ്സ് എക്സ് ൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എക്സ് ആണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ പുട്ട് ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു ടി. ഡിഫറൻഷ്യൽ എടുക്കാം. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോൾ 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി എന്നായി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കൂ, ഈ ടാൻ ഇൻവേഴ്സ് എക്സിന് വരെ ടി എന്ന് കൊടുക്കും. ഈ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ആ 1 ബൈ 1 പ്ലസ് ഡി സ്ക്വയർ ഡി എക്സ് ഇവിടെ ഉണ്ടല്ലോ, അതിന് ഡി ടി എന്ന് കൊടുക്കാം. അപ്പോൾ ടിയിലേക്ക് മാറിയില്ലേ? ടിയിലേക്ക് മാറുമ്പോൾ അതിന് ലിമിറ്റും മാറ്റണം. ഇപ്പോൾ ലിമിറ്റ് എന്താ? 0 to 1. എക്സിൻ്റെ വാല്യൂ 0യും 1. അപ്പോൾ എക്സ് 0 ആകുമ്പോൾ വെൻ എക്സ് ഇസിക്കൽ ടു 0 വാട്ട് ഇസ് ടി? ടി ഇസിക്കൽ ടു ടാൻ ഇൻവേഴ്സ് 0. അത് 0 തന്നെയാണ്, നേരത്തെ കണ്ടതില്ലേ. ഇനി എക്സ് ഇസിക്കൽ ടു 1 വരുമ്പോൾ ടി ഇസിക്കൽ ടു ടാൻ ഇൻവേഴ്സ് 1, അത് പൈ ബൈ 4. അപ്പോൾ എക്സ് 0 വരുമ്പോൾ ടി 0യും എക്സ് 1 വരുമ്പോൾ ടി പൈ ബൈ 4ഉമാണ്. അപ്പോൾ 0 to 1 എന്ന ലിമിറ്റ് 0 to പൈ ബൈ 4 ആയിട്ട് മാറി. അപ്പോൾ ഇതെന്താവും നോക്കാം. ഇൻ്റഗ്രൽ 0 to 1 ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് നമ്മൾ നേരത്തെ കണ്ടു. ടാൻ ഇൻവേഴ്സ് എക്സ് ടി ആണെന്ന് കണ്ടു. ഈ ഇത് ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന അത് ഡി ടി ആണെന്ന് കണ്ടു. അപ്പോൾ ഇൻ്റഗ്രൽ ടി ഡി ടി എന്ന് വരും. ഇൻ്റഗ്രൽ ഓഫ് എക്സ് റൈസ് ടു n വന്നാൽ എക്സ് റൈസ് ടു n പ്ലസ് 1 ബൈ n പ്ലസ് 1. ടി മീൻസ് ടി റൈസ് ടു 1. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ ടി റൈസ് ടു 1 പ്ലസ് 1 ബൈ 1 പ്ലസ് 1. ദാറ്റ് മീൻസ് ടി റൈസ് ടു 2 ബൈ 2 ലിമിറ്റ് 0 to പൈ ബൈ 4. ഇനി ലിമിറ്റ് കൊടുക്കാം. ആദ്യം അപ്പർ ലിമിറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ടിക്ക് വരെ പൈ ബൈ 4 കൊടുക്കുമ്പോൾ 5 ബൈ 4 ദ ഹോൾ സ്ക്വയർ ബൈ 2 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 സ്ക്വയർ ബൈ 2. പൈ ബൈ 4 ദ ഹോൾ സ്ക്വയർ ആകുമ്പോൾ പൈ സ്ക്വയർ ബൈ 16 ബൈ 2 മൈനസ് ഇത് 0 ആകും. ഈ പൈ സ്ക്വയർ ബൈ 16 ബൈ 2 ആ ബൈ 2 താഴെ വരിക. അപ്പോൾ പൈ സ്ക്വയർ ബൈ 32 എന്നായി. അടുത്ത ചോദ്യം, ഇൻ്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് സ്ക്വയർ ഡി എക്സ്. ഇതൊന്ന് ശ്രദ്ധിച്ചോളൂ ഈ പ്രോബ്ലം. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു എക്സ് ചെയ്തായിരുന്നു. എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു എക്സ് അത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിച്ചാണ് ചെയ്തത്. അതുമായിട്ട് നിങ്ങൾക്ക് ഇത് കൺഫ്യൂസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. അതോട് ശ്രദ്ധിച്ചോളാം. എക്സ് സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു എക്സ് ഡി എക്സ് അത് ബൈ പാർട്സ് ഉപയോഗിച്ച് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് പ്രോഡക്റ്റിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള റൂൾ അത് ഉപയോഗിച്ച് ചെയ്തത്. പക്ഷേ ഇവിടെ ആ റൂൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ എങ്ങനെ? ഇവിടെ നോക്കുക, ഇതാ ഈ എക്സ് സ്ക്വയറിന് പകരം ടി എന്ന് കൊടുക്കുക. അപ്പോൾ എക്സ് സ്ക്വയർ ഇസിക്കൽ ടു ടി. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആണെന്നറിയാം. അവിടെ ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ 2x ഡി എക്സ് ഇസിക്കൽ ടു ഡി ടി എന്ന് വരും. അവിടുന്ന് എക്സ് ഡി എക്സ് ഇസിക്കൽ ടു ഡി ടി ബൈ 2 എന്ന് വരും. ഇതാ ഇവിടെ ഉണ്ടല്ലോ എക്സ് ഡി എക്സ്, അതിനെ ഡി ടി ബൈ 2 എന്ന് എഴുതാം, ഇതിന് ടി എന്ന് എഴുതാം. അപ്പോൾ ലിമിറ്റ് കൂടി മാറ്റണമല്ലോ. എപ്പോൾ ലിമിറ്റ് 0 to 1 അല്ലേ? ടി ഇസിക്കൽ എക്സ് സ്ക്വയറും അല്ലേ? അപ്പോൾ എക്സ് 0 വരുമ്പോൾ വെൻ എക്സ് ഇസിക്കൽ ടു 0 ടി ഇസിക്കൽ ടു വാട്ട്? ടി ഇസിക്കൽ എക്സ് സ്ക്വയർ, ദാറ്റ് മീൻസ് 0 സ്ക്വയർ, അത് 0 തന്നെയാണ്. വെൻ എക്സ് ഇസിക്കൽ ടു 1 ടി ഇസിക്കൽ ടു 1 സ്ക്വയർ, അത് 1 തന്നെയാണ്. ഇവിടെ ലിമിറ്റ് അത് തന്നെ കിട്ടി. അത് ചില പ്രോബ്ലങ്ങൾ സംഭവിക്കാവുന്നതാണ്. സെയിം ലിമിറ്റ് തന്നെ വരും. ലിമിറ്റ് മാറിയിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ചില കേസുകളിൽ ലിമിറ്റ് ചേഞ്ച് ഒന്നും വരില്ല. ഇവിടെ ടി ഇസിക്കൽ എക്സ് സ്ക്വയറിന് ചേഞ്ച് ഒന്നും വന്നില്ല. ഇവിടെ 0 to 1 പകരം 0 to 2 ആയിരുന്നെങ്കിൽ ലിമിറ്റ് മാറും. എക്സ് 2 വരുമ്പോൾ ടി 2 സ്ക്വയർ 4 എന്നായേനെ. 0 to 1 ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ഇനി നമുക്ക് കൊടുക്കാം ഇൻ്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് സ്ക്വയർ ഡി എക്സ്. നമുക്ക് അതിനെ തിരിച്ചെഴുതാം. എങ്ങനെയാണ്? ഇൻ്റഗ്രൽ 0 to 1 ഇ റൈസ് ടു എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ഡി എക്സ് എന്ന് എഴുതാം. എക്സ് സ്ക്വയറിന് പകരം ടി എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇ റൈസ് ടു ടി എന്നാവും. ഈ എക്സ് ഡി എക്സിന് വരെ ഡി ടി ബൈ 2 എന്ന് കൊടുക്കാം. അപ്പോൾ എന്താവും? ഇൻ്റഗ്രൽ 0 to 1 ഇ റൈസ് ടു ടി ഇൻറ്റു ഡി ടി ബൈ 2. ഇൻ്റഗ്രൽസിനകത്ത് കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഫംഗ്ഷൻ വന്നാൽ കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കാം. അപ്പോൾ ഡി ടി ബൈ 2 മീൻസ് 1 ബൈ 2 ഡി ടി ഇതാണ്. ഇ റൈസ് ടു ടി ഇൻറ്റു 1 ബൈ 2 ആണ്. അപ്പോൾ 1 ബൈ 2 ഇൻ്റഗ്രൽസ് അതിന് പുറത്തെടുക്കാം. 1 ബൈ 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 ഇ റൈസ് ടു ടി ഡി ടി. ഇൻ്റഗ്രൽ ഓഫ് ഇ റൈസ് ടു എക്സ് ഇ റൈസ് ടു എക്സ് തന്നെയാണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് ഇ റൈസ് ടു ടി ഇ റൈസ് ടു ടി തന്നെയാണ്. ഇ റൈസ് ടു ടി ലിമിറ്റ് 0 to 1 അത് ഇ റൈസ് ടു എക്സ് എന്ന ഫംഗ്ഷൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. അതിൻ്റെ ഡെറിവേറ്റീവും അതിൻ്റെ ഇൻ്റഗ്രലും അത് തന്നെയാണ്. അപ്പോൾ ഇ റൈസ് ടു ടിയുടെ ഇൻ്റഗ്രൽ ഇ റൈസ് ടു ടി തന്നെയാണ്. ലിമിറ്റ് 0 to 1. ഇനി ലിമിറ്റ് കൊടുക്കാം. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു, ടി 1 കൊടുക്കുന്നു. അപ്പോൾ ഇ റൈസ് ടു 1 എന്ന് വരും. ദെൻ മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇ റൈസ് ടു 0 എന്ന് വരും. ഇ റൈസ് ടു 1 ഈ തന്നെയാണ്. ഇ റൈസ് ടു 0 1 ആണ്. അപ്പോൾ 1 ബൈ 2 ഇൻറ്റു ഇ മൈനസ് 1 എന്ന ആൻസർ കിട്ടും. അടുത്ത ചോദ്യം, ഇൻ്റഗ്രൽ 0 to പൈ ബൈ 2 റൂട്ട് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ഡി എക്സ്. ഇതുപോലെ തന്നെ കോസ് എക്സ് ഡി എക്സ് ആണ്. അപ്പോൾ സൈൻ എക്സിന് ടി എന്ന് കൊടുക്കാം. സൈൻ എക്സ് ഇസിക്കൽ ടു ടി. ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ കോസ് എക്സ് ഡി എക്സ് ഇസിക്കൽ ടു ഡി ടി.
കേട്ടോ. ഇവിടെ ടിയും ഈ കോസ് എക്സ് ഡി എക്സ് ഡി ടിയോ. അപ്പോൾ ലിമിറ്റ് കൂടി മാറ്റണം. 0 to π/2 ആ ലിമിറ്റ്. ടി ഈക്വൽ ടു സൈൻ എക്സുമാണ്. അപ്പോൾ വെൻ എക്സ് ഈക്വൽ ടു 0 ടി ഈക്വൽ ടു സൈൻ 0 തന്നെയാണ്. അപ്പർ ലിമിറ്റ് π/2 ആണ്. അപ്പോൾ വെൻ എക്സ് ഈക്വൽ ടു π/2 ടി ഈക്വൽ ടു സൈൻ π/2 അത് 1 ആണ്. ഇനി നമുക്ക് ലിമിറ്റ് ഇപ്പോൾ 0 to π/2 മാറി 0 to 1 ആവും. ഇപ്പോൾ എന്ത് സംഭവിക്കും നോക്കിയാൽ ഇൻ്റഗ്രൽ 0 to π/2 റൂട്ട് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ഡി എക്സ്. സൈൻ എക്സിന് ടി എന്നല്ലേ കൊടുത്തത്, അപ്പോൾ റൂട്ട് ടി എന്നാവും. കോസ് എക്സ് ഡി എക്സ് ഡി ടി ആവും. ലിമിറ്റ് 0 to π/2 മാറി 0 to 1 ആവും. ഇൻ്റഗ്രൽ 0 to 1 റൂട്ട് ടി ഡി ടി. റൂട്ട് ടി എന്ന് പറഞ്ഞാൽ ടി റേസ് ടു 1/2 എന്നാണ്. ഇൻ്റഗ്രൽ 0 to 1 ടി റേസ് ടു 1/2 ഡി ടി. ടി റേസ് ടു എന്നിൻ്റെ ഇൻ്റഗ്രൽ ടി റേസ് ടു n + 1/n+1 ആണ്. അപ്പോൾ ടി റേസ് ടു 1/2 + 1/1/2 + 1 ലിമിറ്റ് 0 to π/2. ദാറ്റ് മീൻസ് ടി റേസ് ടു 3/2 1/2 + 1 3/2 അല്ലേ. അപ്പോൾ ടി റേസ് ടു 3/2/3/2 ലിമിറ്റ് 0 to 1. ലിമിറ്റ് കൊടുക്കുമ്പോൾ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു. അപ്പോൾ 1 ടു 3/2/3/2 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുന്നു. അപ്പോൾ 0 ടു 3/2/3/2. 1 ടു 3/2 1 തന്നെയാണ്. അപ്പോൾ 1/3/2 എന്ന് വരും. മൈനസ് ഈ 0 0 ആണ്. 0/3/2 0 എന്നും വരും. 1/3/2 മൈനസ് 0 ഈ 2 മുകളിൽ പോകുന്നു. 2/3 മൈനസ് 0 ആൻസർ 2/3 എന്ന് വരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇതൊന്നും അല്പം ഓർത്ത് വയ്ക്കേണ്ട ഒരു ചോദ്യമാണ്. ഇൻ്റഗ്രൽ 0 to 4 റൂട്ട് ഓഫ് 3x + 4 dx. ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പ്രോബ്ലമാണ്. ഇവിടെ ഉപയോഗിക്കുന്നത് ഈ 3x + 4ന് പകരം t² എന്ന് കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ ഡിഫറൻഷ്യൽ എടുത്താൽ 3 × എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണെന്ന് അറിയാം. അപ്പോൾ 3 × 1 3 എന്ന് വരും. +4 0 ആണെന്ന് അറിയാം. അപ്പോൾ 3x + 4ൻ്റെ ഡെറിവേറ്റീവ് 3 ആണ് വരിക. അപ്പോൾ ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ 3 dx = t²ൻ്റെത് 2t dt. ഈ 3 ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്താൽ dx = 2t dt/3 എന്ന് വരും. അപ്പോൾ ഈ 3x + 4 വരെ t കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ റൂട്ട് ടി എന്ന് വരും. dxന് വരും 2t dt/3 എന്നും വരും. നമുക്ക് ലിമിറ്റ് കൂടി മാറ്റേണ്ടതുണ്ട്. t² = 3x + 4. അത് എക്സിൻ്റെ ലിമിറ്റാണ് 0 to 4. അത് ടിയിലേക്കാണ് മാറ്റേണ്ടത്. അപ്പോൾ x 0 വരുമ്പോൾ എന്താ സംഭവിക്കുക? t² = 3x + 4 എന്നാണ്. x 0 വരുമ്പോൾ t² = 3 × 0 + 4. 3 × 0 0 + 4 4. t² = 4. അപ്പോൾ t = √4. അതിൻ്റെ പോസിറ്റീവ് റൂട്ട് മാത്രം എടുത്താൽ മതി 2. അടുത്ത എക്സിന് 4 കൊടുത്താൽ t² = 3x + 4 ആണ്. അപ്പോൾ 3 × 4 + 4 ദാറ്റ് ഈസ് 12 + 4 16. t² ആണ് 16. അപ്പോൾ t √16 അത് 4 ആയി. അപ്പോൾ x 0 കൊടുത്തപ്പോൾ t 2 ആയി. x 4 കൊടുത്തപ്പോൾ t 4 ആയി. അപ്പോൾ 0 to 4 എന്ന ലിമിറ്റ് ടിയിലേക്ക് മാറുമ്പോൾ 2 to 4 ആയി മാറും. അപ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. ഇൻ്റഗ്രൽ 0 to 4 റൂട്ട് ഓഫ് 3x + 4 dx. നമ്മൾ കണ്ടതല്ലേ 3x + 4നല്ലേ നമ്മൾ t² എന്ന് കൊടുത്താൽ. അപ്പോൾ റൂട്ട് ഓഫ് t² ഇൻറ്റു dxനല്ലേ 2t dt/3 എന്ന് കൊടുത്താൽ. അപ്പോൾ 2t dt/3 റൂട്ട് ഓഫ് t²ൻ്റെ റൂട്ട് t ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ 2 to 4 t × 2t dt/3 എന്നാവും. ഈ 2/3 കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റിൻ്റെ ഫംഗ്ഷൻ വന്നാൽ കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കാം. 2/3 അങ്ങ് പുറത്ത് വരും. t × t t² ആവും. അപ്പോൾ 2/3 ഇൻറ്റു ഇൻ്റഗ്രൽ 2 to 4 t² dt. ദാറ്റ് ഈസ് 2/3 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് t². ഇൻ്റഗ്രൽ ഓഫ് t² എന്ന് പറയുന്നത് t³ ആണ്. ഇപ്പോൾ 2/3 ഇൻറ്റു t³ ലിമിറ്റ് 2 to 4. അപ്പർ ലിമിറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ 4³ മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുകയാണ് 2³ ദാറ്റ് ഈസ് 2/3 ഇൻറ്റു 4³ മൈനസ് 2³ 4³ 64 ആണ്. 64/3 മൈനസ് 8/3 എന്ത് കിട്ടുന്നു? 56/3 എന്ന് കിട്ടും. 2/3 ഇൻറ്റു 56/3 ഇറ്റ് ഈസ് 112 / 9. അടുത്ത ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ 1 to e 1/x × 1 + log x dx. ഈ 1/x × 1 + log x അത് 1/x × 1/1 + log x എന്നാണ്. അപ്പോൾ ഈ 1/x ഉണ്ട്. 1/x dx കാണുന്നുണ്ട്. 1/x log xൻ്റെ ഡെറിവേറ്റീവ് ആണെന്ന് അറിയാം. അപ്പോൾ എന്തായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കാം. ഇവിടുത്തെ ഈ 1 + log x ന് പകരം t എന്ന് കൊടുത്താൽ മതി. അപ്പോൾ 1 + log x = t. ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ 1ൻ്റെ ഡെറിവേറ്റീവ് 0 പ്ലസ് log xൻ്റെ ഡെറിവേറ്റീവ് 1/x. അപ്പോൾ 0 + 1/x ദാറ്റ് മീൻസ് 1/x എന്ന് വരും. അപ്പോൾ 1/x dx = dt. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ log x = t എന്ന് കൊടുത്തിരുന്നെങ്കിലും ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ 1/x dx = dt എന്നാണ് കിട്ടുക. 1 + log x = t കൊടുത്തപ്പോൾ അത് തന്നെയാണ് കിട്ടിയത്. കാരണം 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആയതുകൊണ്ട്. പക്ഷേ എന്താ നമ്മളിവിടെ log x = t എന്ന് കൊടുക്കാതെ 1 + log x = t എന്ന് കൊടുത്തതിൻ്റെ കാരണം എന്താ? ഈ പ്രോബ്ലത്തിനകത്ത് 1 + log x കിടപ്പുണ്ട്. അതുകൊണ്ട് അങ്ങനെ കൊടുത്തത്. അപ്പോൾ അങ്ങനെ കിട്ടി 1/x dx = dt എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ലിമിറ്റ് കൂടി മാറ്റേണ്ടതുണ്ട്. ഇപ്പോൾ 1 to e ആണ് ലിമിറ്റ്.
1 to e എന്ന് പറയുന്നത് എക്സിൻ്റെ ലിമിറ്റാണ്. അപ്പോൾ എക്സ് 1 വരുമ്പോൾ ടി എന്ത് വരും? പിന്നെ എക്സ് ഇസിക്കൽ 1, ടി ഇസിക്കൽ 1 പ്ലസ് ലോഗ് എക്സ് എന്നാ. അപ്പോൾ 1 പ്ലസ് ലോഗ് 1, ലോഗ് 1 0 നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണത്. അപ്പോൾ 1 പ്ലസ് 0 വരും, 1 എന്ന് വരും. അപ്പോൾ എക്സ് 1 വന്നു, അപ്പോൾ ടീം 1 തന്നെ, ലോവർ ലിമിറ്റ് അത് തന്നെ കിട്ടി. ഇനി അപ്പർ ലിമിറ്റ് ഇ ആണ്. ഈ അപ്പോൾ എന്ത് കിട്ടും നോക്കാം. എക്സ് ഇസിക്കൽ ടു ഇ, ടി ഇസിക്കൽ ടു 1 പ്ലസ് ലോഗ് ഇ, ലോഗ് ഇ 1 ആണ്. അപ്പോൾ 1 പ്ലസ് 1 അത് 2 എന്ന് കിട്ടും. അപ്പോൾ എന്താ പറ്റുക? 1 to e എന്ന എക്സിൻ്റെ ലിമിറ്റ് 1 to 2 എന്ന് ടി ആക്കുമ്പോൾ മാറും. അപ്പോൾ ഇത് എന്താവും നോക്കിയേ. ഇൻ്റഗ്രൽ 1 to e 1/x into 1 plus log x dx. അതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. ഇൻ്റഗ്രൽ 1 to e ഇതിനെ ഇങ്ങനെ മാറ്റാം. 1/1 plus log x into 1/x dx. ഈ രീതിയിലേക്ക് മാറ്റാം. മാറ്റിയത് എന്തിനാ? ഈ 1 plus log xന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 1/t എന്നാവും. നമ്മൾ നേരത്തെ കണ്ടല്ലോ. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/x dx dt ആവുമെന്ന് കണ്ടു. അപ്പോൾ ഇൻ്റഗ്രൽ 1/t dt എന്നായി. ഇൻ്റഗ്രൽ 1/t dt ലോഗ് മോഡ് ടി ആണ്. ഇൻ്റഗ്രൽ 1/x dx ലോഗ് മോഡ് എക്സ് ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ 1/t dt ലോഗ് മോഡ് ടി ആണ്. ലിമിറ്റ് 1 to 2. ഇനി ലിമിറ്റ് കൊടുക്കുന്നു. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ലോഗ് മോഡ് 2 എന്ന് പറയുന്നത് 2 തന്നെയാണല്ലോ. അപ്പോൾ ലോഗ് 2 എന്ന് മതി. മൈനസ് ലോഗ് മോഡ് 1, മോഡ് 1 തന്നെയാണ്. അപ്പോൾ ലോഗ് 1 എന്ന് മതി. ലോഗ് 1ൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ലോഗ് 2 മൈനസ് 0, ആൻസർ ഈസ് ലോഗ് 2. അടുത്ത ചോദ്യം. ഇൻ്റഗ്രൽ 0 to 1 x raised to 4 into root of x raised to 5 plus 1 dx. ഇവിടെ x raised to 4 dx കാണുന്നുണ്ടല്ലോ. x raised to 4 എപ്പോഴാണ് വരിക? ഡെറിവേഷൻ x raised to 5ൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴാണ് 5x raised to 4 എന്ന് വരിക. അപ്പോൾ അത് മനസ്സിൽ കണ്ടുകൊണ്ട് ഈ x raised to 5 plus 1ന് പകരം ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഈ റൂട്ടിനകത്ത് കിടക്കുന്നത് കൊണ്ട് നമ്മൾ മറ്റൊരു രീതി ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇവിടെയും ഈ പ്രോബ്ലം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പ്രോബ്ലമാണ്. നമ്മൾ x raised to 5 plus 1 ഇസിക്കൽ ടു ടി എന്ന് കൊടുക്കുന്നില്ല, പകരം ടി സ്ക്വയർ എന്ന് കൊടുക്കുന്നു. അതിൻ്റെ കാരണം ഇവിടെ ടി സ്ക്വയർ എന്ന് കൊടുക്കുമ്പോൾ റൂട്ട് ഓഫ് ടി സ്ക്വയർ വരികയും ടി ആവുകയും ചെയ്യും. നേരെ മറിച്ച് നമ്മൾ ടി എന്ന് കൊടുത്താൽ റൂട്ട് ടി വരും. അത് ഇട്ട് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടാണ്. ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് അല്പം കൂടി കോംപ്ലിക്കേറ്റഡ് ആയി, അല്പം കൂടി പ്രയാസം ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് x raised to 5 plus 1 ഈക്വൽ ടു ടി സ്ക്വയർ എന്ന് കൊടുത്തത്. അതുകൊണ്ടാണ് ഈ പ്രോബ്ലം പ്രത്യേകം നോട്ട് ചെയ്തോളണം എന്ന് പറഞ്ഞത്. ഡിഫറൻഷ്യൽ എടുത്ത് x raised to 5ൻ്റെ ഡെറിവേറ്റീവ് 5x raised to 4 പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ 5x raised to 4 dx is equal to ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2t dt. നമുക്കിവിടെ ഇത് ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ x raised to 4 dx വരുമല്ലോ. അപ്പോൾ അതിനുവേണ്ടി 5 ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ x raised to 4 dx is equal to 2t dt by 5 എന്നായി. ലിമിറ്റ് കൂടി മാറ്റണം. x 0 വരുമ്പോൾ ടി എന്ത് വരും നോക്കാം. when x is equal to 0 ടി സ്ക്വയർ ഈക്വൽ x raised to 5 plus 1 എന്നാ. അപ്പോൾ 0 raised to 5 plus 1 that means 0 plus 1 1. ടി സ്ക്വയർ ഈക്വൽ ടു 1. അപ്പോൾ ടി ഈക്വൽ റൂട്ട് 1 തന്നെ. x 1 വരുമ്പോഴോ ടി സ്ക്വയർ ഈക്വൽ ടു 1 raised to 5 plus 1 1 raised to 5 1 plus 1 2 ആണ്. ടി സ്ക്വയർ ഈക്വൽ റൂട്ട് 2. അപ്പോൾ ടി സ്ക്വയർ ഈക്വൽ ടു 2 ആണ്. അപ്പോൾ ടി ഈക്വൽ ടു റൂട്ട് 2 ആണ്. അപ്പോൾ 0 to 1 എന്ന ലിമിറ്റ് 1 to root 2 എന്നായി മാറി. അപ്പോൾ നോക്കാം. ഇൻ്റഗ്രൽ 0 to 1 x raised to 4 into root of x raised to 5 plus 1 dx. അതിനെ തിരിച്ചെഴുതി. ഇൻ്റഗ്രൽ 0 to 1 root of x raised to 5 plus 1 into x raised to 4 dt അല്ല, ഇവിടെ dx എന്ന് എഴുതിക്കൊള്ളാം. x raised to 4 dx. ഈ x raised to 5 plus 1ന് പകരം നമുക്ക് ടി സ്ക്വയർ എന്ന് കൊടുക്കാം. അപ്പോൾ റൂട്ട് ഓഫ് ടി സ്ക്വയർ ഇൻറ്റു x raised to 4 dx നമ്മൾ നേരത്തെ കണ്ടതാണ്. അവിടെ ഉണ്ടോ 2 dt by 5 നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിന് 2 dt by 5 എന്നും കൊടുത്തു. റൂട്ട് ഓഫ് ടി സ്ക്വയർ ടി ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ 1 to root 2 ടി ഇൻറ്റു 2t by 5 dt. 2/5 കോൺസ്റ്റൻറ്റിൻ്റെ ഫംഗ്ഷൻ അതിന് പുറത്തെടുക്കുന്നു. അപ്പോൾ 2/5 ഇൻറ്റു ഇൻ്റഗ്രൽ 1 to root 2 ഈ ടി ഇൻറ്റു ടി സ്ക്വയർ ആകുന്നു. അപ്പോൾ 2/5 ഇൻറ്റു ഇൻ്റഗ്രൽ 1 to root 2 ടി സ്ക്വയർ dt. നോ ഇൻ്റഗ്രൽ ഓഫ് ടി സ്ക്വയർ അത് ടി ക്യൂബ് ബൈ 3 ആണ്. അപ്പോൾ 2/5 ഇൻറ്റു ടി ക്യൂബ് ബൈ 3 ലിമിറ്റ് 1 to root 2. ഇനി ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2/5 ഇൻറ്റു റൂട്ട് 2 the whole cube by 3 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 cube by 3. ഇനി വേറെ ഒന്നുമില്ല. റൂട്ട് 2 the whole cube എന്ന് പറഞ്ഞാൽ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എന്നാണ്. റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 ആണ്. 2 ഇൻറ്റു റൂട്ട് 2 അപ്പോൾ 2 root 2 by 3 മൈനസ് 1/3 എന്ന് വരും. അവിടെ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ 3 എഴുതി. മുകളിൽ 2 root 2 മൈനസ് 1 എഴുതി. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2/15 ഇൻറ്റു 2 root 2 മൈനസ് 1 എന്ന് കിട്ടി. അടുത്തൊരു ചോദ്യം. ഇൻ്റഗ്രൽ 0 to 2 x ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് 2 dx. ഇതും ഒരു പ്രത്യേക രീതിയിൽ ചെയ്യുന്ന പ്രോബ്ലം തന്നെയാണ്. ഇവിടെയും ചെയ്യുന്നത് ഈ എക്സ് പ്ലസ് 2ന് പകരം ടി സ്ക്വയർ കൊടുത്തു. അപ്പോൾ എക്സ് പ്ലസ് 2 ഇസിക്കൽ ടു ടി സ്ക്വയർ ദെൻ ഡി എക്സ് ഇസിക്കൽ ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 അല്ലേ, 1 dx. അതാണ് dx എന്ന് എഴുതിയത്. ഇസിക്കൽ ടു 2t dt. ലിമിറ്റ് മാറ്റണം. 0 to 2 ടിയിലേക്ക് മാറ്റണം. എക്സ് 0 വരുമ്പോൾ ടി സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് 2 എന്നാണ്. അപ്പോൾ ടി സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് 2 എക്സ് 0 ആണ്. അപ്പോൾ 0 പ്ലസ് 2 ടി സ്ക്വയർ ഇസിക്കൽ ടു 2. നമുക്ക് ടി സ്ക്വയർ അല്ല ടിയുടെ ലിമിറ്റാണ് ആവശ്യം. അപ്പോൾ ടി ഇസിക്കൽ ടു റൂട്ട് 2.
ഇനി എക്സ് 2 കൊടുത്താൽ അപ്പർ ലിമിറ്റ് 2 അല്ലേ, അത് കൊടുത്താലോ എക്സ് ഇക്വൽ ടു ടി സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് 2 എന്നാണ്. അപ്പോൾ 2 + 2 4, ടി സ്ക്വയർ ഈക്വൽ ടു 4, അപ്പോൾ ടി ഈക്വൽ ടു √4 2 എന്ന് കിട്ടി. അപ്പോൾ എക്സ് 0 കൊടുത്തപ്പോൾ ടിക്ക് √2 എന്നും എക്സ് 2 കൊടുത്തപ്പോൾ ടിക്ക് 2 എന്നും കിട്ടി. അപ്പോൾ 0 to 2 എന്നുള്ളത് മാറി √2 to 2 എന്നായി മാറും. അപ്പോൾ എന്ത് പറ്റും? ഇൻ്റഗ്രൽ 0 to 2 x × √(x+2) dx. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ x+2-നാണ് ടി സ്ക്വയർ എന്ന് കൊടുത്തത്. അപ്പോൾ നമുക്ക് dx-ന് 2t dt എന്ന് കിട്ടി. ഇവിടെ എക്സ് ഉണ്ടല്ലോ, അതിനെ എന്ത് ചെയ്യും? ഇത് അപ്പുറത്തോട്ട് മാറ്റിയാൽ എക്സ് ഇക്വൽ ടു ടി സ്ക്വയർ മൈനസ് 2. അപ്പോൾ ഈ എക്സിന് പകരം ടി സ്ക്വയർ മൈനസ് 2 എന്ന് കൊടുക്കാം. x+2-ന് പകരം ടി സ്ക്വയർ കൊടുക്കാം. dx-ന് പകരം 2t dt കൊടുക്കാം. അപ്പോൾ എന്താവും? ഇൻ്റഗ്രൽ ലിമിറ്റ് മാറി √2 to 2, എക്സിന് പകരം ടി സ്ക്വയർ മൈനസ് 2 ഇൻറ്റു √(x+2) പകരം ടി സ്ക്വയർ. അപ്പോൾ √(t²) ഇൻറ്റു dx-ന് പകരം 2t dt. √(t²) t ആണ്. അപ്പോൾ ഈ 2 ഇൻറ്റു കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ കോൺസ്റ്റന്റ് പുറത്തെടുക്കാമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ഇൻറ്റു പുറത്തെടുക്കാം. 2 ഇൻറ്റു ഇൻ്റഗ്രൽ √2 to 2 t² മൈനസ് 2 ഇൻറ്റു √(t²) t ആണല്ലോ, t ഇൻറ്റു പിന്നെ ഉണ്ട് ഒരു ടി ഇൻറ്റു ടി ഡി ടി, ടി ഇൻറ്റു ടി സ്ക്വയർ ആവും. ഇതകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടി² ഇൻറ്റു ടി², അത് t⁻⁴ എന്ന് വരും. t² ഇൻറ്റു 2 അത് 2t² എന്ന് വരും. 2 ഇൻറ്റു ഇൻ്റഗ്രൽ √2 to 2 t⁻⁴ മൈനസ് 2t² dt. 2 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് t⁻⁴ അത് t⁵5/5 x⁻n+1/n+1 എന്ന ഫോമുല. മൈനസ് 2 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് t² അത് t³ ലിമിറ്റ് √2 to 2. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 2 ഇൻറ്റു ലിമിറ്റ് കൊടുക്കുമ്പോൾ ആദ്യം അപ്പർ ലിമിറ്റാണ് കൊടുക്കുന്നത്. അവ 2⁵5/5 മൈനസ് ഈ അപ്പർ ലിമിറ്റ് രണ്ടിടത്തും കൊടുക്കണമല്ലോ. അവ 2⁵5/5 മൈനസ് 2 ഇൻറ്റു 2³ എന്ന് വരും. മൈനസ് ഇവിടെ കൊടുക്കുമ്പോഴോ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ മൈനസ് കഴിഞ്ഞ് മൈനസ് ഓഫ് ബ്രാക്കറ്റ് ഇടണം. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ √2 കൊടുക്കുമ്പോൾ √2⁵5/5 മൈനസ് 2 ഇൻറ്റു √2³ എന്ന് വരും. ഇനി വേറൊന്നുമില്ല, ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യൽ മാത്രമേ ഉള്ളൂ. 2 ഇൻറ്റു 2⁵5 32 ആണ്. 32/5 മൈനസ് ഇവിടെ 2³ 8 വരും. ഇൻറ്റു 2 16/3 എന്ന് വരും. ഇവിടെ √2 5 പ്രാവശ്യം മൾട്ടിപ്ലൈ ആണ്. √2 ഇൻറ്റു √2 2 ആണ്. അങ്ങനെ 5 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് 4√2 ആവും ബൈ 5. ഇവിടെ √2³ എടുക്കുമ്പോൾ 2√2 വരും. 2√2 അതും 4√2 ആവും. ഇവിടെ ഒന്ന് സിംപ്ലിഫൈ ആണ്, LCM ഉപയോഗിച്ച് സിംപ്ലിഫൈ ആണ്. 5 ഇൻറ്റു 3 15, അപ്പോൾ 32 ഇൻറ്റു 3 96, 5 ഇൻറ്റു 16 80. ഇവിടെ അതുപോലെ തന്നെ 15 ആണ്. അപ്പോൾ 4√2 ഇൻറ്റു 3 12√2. ഇവിടെ മൈനസ് 5 ഇൻറ്റു 4√2 20√2 എന്ന് കിട്ടും. 96 മൈനസ് 18 ഇറ്റ് ഈസ് 16/15 മൈനസ് ഇവിടെ മൈനസ് 8√2/15 ആവും. മൈനസ് മൈനസ് പ്ലസ് ആവും. 2 ഇൻറ്റു 16 പ്ലസ് 8√2/15 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. പക്ഷെ ഇവിടെ ഓർക്കുക, നമ്മൾ ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന പറയുന്ന മെത്തേഡ് ഒരു 3-4 ക്ലാസ്സുകളിലായിട്ട് വിവിധ തരം പ്രോബ്ലങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ക്ലാസ് 3 മുതലാണെന്ന് തോന്നുന്നു. ക്ലാസ് 3, 4, 5 ഈ 3 ക്ലാസ്സുകളിലായിട്ടാണെന്നാണ് ഓർമ്മ. നമ്മൾ വിവിധ തരം പ്രോബ്ലംസ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. ആ പ്രോബ്ലങ്ങളൊക്കെ തന്നെ ഡെഫിനിറ്റ് ഇൻ്റഗ്രലായിട്ട് ചോദിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അതെല്ലാം ആവർത്തിച്ച് ചെയ്തിട്ടില്ല. ചില പ്രത്യേകതയുള്ള പ്രോബ്ലംസ് മാത്രമാണ് ഇവിടെ ചെയ്ത് കാണിച്ചത്. അപ്പോൾ അവിടെ നമ്മൾ പഠിച്ച ഇൻ്റഗ്രൽസും ഇതുപോലെ ഡെഫിനിറ്റ് ഇൻ്റഗ്രലായി ചോദിക്കാം. ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, എന്താ ചെയ്യേണ്ടതുള്ളൂ, നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ അപ്പോൾ തന്നെ ലിമിറ്റ് അങ്ങ് മാറ്റിക്കൊള്ളാം. ലിമിറ്റ് മാറ്റിയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ലിമിറ്റ് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ആദ്യം അതിനകത്ത് അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, മൈനസ് ദെൻ ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ മെത്തേഡ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ വളരെ നന്നായി പഠിച്ചോളാം. കാരണം ഇൻ്റഗ്രേഷൻ എന്ന ചാപ്റ്ററിൽ ഈ വർഷം ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനമായിട്ടും എന്തൊക്കെയാണ്? ഒന്ന് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന മെത്തേഡ്. സബ്സ്റ്റിറ്റ്യൂഷൻ പഠിക്കണമെങ്കിൽ അതിന് മുമ്പുള്ള സിമ്പിൾ ഇൻ്റഗ്രേഷനും അതിൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ടുകളൊക്കെ പഠിച്ചാൽ മാത്രമേ സബ്സ്റ്റിറ്റ്യൂഷൻ പഠിക്കാൻ പറ്റൂ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് 1/x² + a², 1/x² - a² ആ ടൈപ്പ് ഇൻ്റഗ്രലും അതുപയോഗിച്ച് ചെയ്യുന്ന ചില ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ വരുന്ന ഇൻ്റഗ്രൽസും. അതല്പം ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സെക്ഷനായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ വരുന്നത് ഡെഫിനിറ്റ് ഇൻ്റഗ്രലിനകത്തേക്കാണ്. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇത്രയുമാണ് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വളരെ നന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്ത് പഠിച്ചാൽ ഇൻ്റഗ്രേഷൻ്റെ പകുതിയിൽ കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു പ്രാധാന്യത്തോടുകൂടി ഇൻ്റഗ്രേഷൻ ബൈ ദ മെത്തേഡ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പഠിക്കണം. അപ്പോൾ ഈ ഒരു ക്ലാസ് നമുക്കിവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, താങ്ക്സ്.